ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 PSC കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾക്കുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന 1/4 നൂറ്റാണ്ടിനു മുൻപ് വറ്റിവരണ്ടു പോയതും ഒഴുക്ക് വീണ്ടെടുത്ത് പുനർജനിച്ചു കൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾക്കുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന 1/4 നൂറ്റാണ്ടിനു മുമ്പ് വറ്റിവരണ്ടു പോയതും ഒഴുക്ക് വീണ്ടെടുത്തതും പുനർജനിച്ചു കൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി കൊടുങ്ങല്ലപ്പള്ളം പുഴ. നവീന ശിലായുഗ കേന്ദ്രമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നവീന ശിലായുഗ കേന്ദ്രമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി കേരളം. ഒന്നുകൂടെ നോക്കാം. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾക്കുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന 1/4 നൂറ്റാണ്ടിനു മുമ്പ് വറ്റിവരണ്ടു പോയതും ഒഴുക്ക് വീണ്ടെടുത്ത് പുനർജനിച്ചു കൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? കൊടുങ്ങല്ലപ്പള്ളം പുഴ. നവീന ശിലായുഗ കേന്ദ്രമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? ഓപ്ഷൻ സി നവീന ശിലായുഗം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഓപ്ഷൻ എ കണ്ണൂർ. ഒന്നുകൂടെ നോക്കാം. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? ഓപ്ഷൻ ഡി 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഓപ്ഷൻ സി കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഓപ്ഷൻ ഡി ഷൊർണൂർ. ഒന്നുകൂടെ നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ആണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ഡി എറണാകുളം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം? കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം ഓപ്ഷൻ സി 11. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? ഓപ്ഷൻ എ ഇടുക്കി. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? ഓപ്ഷൻ ഡി 6. ഒന്നുകൂടെ നോക്കാം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണമാണ് 11. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? 6. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഓപ്ഷൻ എ പാമ്പാടുംചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഓപ്ഷൻ ബി മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഓപ്ഷൻ ബി 2017. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ
ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ ബി ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ. ഒന്നുകൂടെ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ടുകായൽ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട്. വയനാടിലും ഇടുക്കിയിലുമാണ് റെയിൽവേ ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ ബി ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത. കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി NW3. കേരളത്തിൻ്റെ ദേശീയോത്സവം. കേരളത്തിൻ്റെ ദേശീയോത്സവം ഓപ്ഷൻ ബി ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തുലാവർഷം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം ഓപ്ഷൻ എ 1861. കുന്തിപ്പുഴ ഒഴുകുന്നത്. കുന്തിപ്പുഴ ഒഴുകുന്നത് ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ ബി 2 മാത്രം. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് കണ്ണൂർ. കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് കണ്ണൂർ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ സി 2ഉം 3ഉം. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ ബി 2 മാത്രം. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ ബി 2ഉം 3ഉം. ശരിയായ പ്രസ്താവനകൾ നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി 780 മെഗാവാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ എ 1ഉം 3ഉം. ശരിയായ പ്രസ്താവനകൾ നോക്കാം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ ബി 2ഉം 3ഉം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 4. അപ്പം നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജംഗു. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജംഗു. ഇതാണ് ശരിയായ പ്രസ്താവനകൾ. മറ്റു പ്രസ്താവനകളൊന്നും നമുക്ക് നോക്കാം. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തിയല്ല, കരിമീനാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്തല്ല സ്ഥിതി ചെയ്യുന്നത്, കൊച്ചിയിലാണ്. കേരള മത്സ്യബന്ധന സമഗ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏതു വിഭാഗത്തിൽ പെടുന്നു? കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏതു വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ബി 3 മാത്രം, താപവൈദ്യുത നിലയം. അപ്പോൾ കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏതു വിഭാഗത്തിൽ പെടുന്നു? താപവൈദ്യുത നിലയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഓപ്ഷൻ സി 3 മാത്രം, ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? ഓപ്ഷൻ ഡി 3 മാത്രം, ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓപ്ഷൻ എ 4 മാത്രം, പീച്ചി. പീച്ചിയിലാണ് കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഓപ്ഷൻ ബി 1 മാത്രം, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഓപ്ഷൻ എ 4 മാത്രം, മുതലമട. മുതലമട പഞ്ചായത്തിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം ഓപ്ഷൻ സി 4 മാത്രം, മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഓപ്ഷൻ സി 3 മാത്രം, തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഓപ്ഷൻ സി 2 മാത്രം, ഇരവികുളം. ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ താഴെ വിവരിച്ചിരിക്കുന്നത് ഏതാണെന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ താഴെ വിവരിച്ചിരിക്കുന്നത് ഏതാണെന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. സൂചനകൾ നമുക്ക് വായിക്കാം. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല, സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം. ഏതൊക്കെയാണ് സൂചനകൾ? ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല, സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം. ആൻസർ ഓപ്ഷൻ ഡി, തീരപ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചന 1 മഹാനദി, 2 പെരിയാർ, 3 താപ്തി, 4 ലൂണി. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ സി 2ഉം 3ഉം. പെരിയാറും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യൻ നദികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി, പെരിയാർ. ഒന്നുകൂടെ നോക്കാം. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ സി, ഇടമലക്കുടി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഓപ്ഷൻ ബി, ജൂൺ 5. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി.
ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ് ഓപ്ഷൻ ഡി കുട്ടനാട്. കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏത്? ഓപ്ഷൻ ബി പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് ഓപ്ഷൻ ഡി എപ്പി കൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി പീച്ചി. ഒന്നുകൂടെ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവലാണ് പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പി കൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി 1951. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഓപ്ഷൻ എ കുമരകം. പറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? പറ്റി വരണ്ടുപോയ ഏത് നദിയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടുങ്ങരപ്പള്ളം പുഴ. ഒന്നുകൂടെ നോക്കാം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം. പറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പപ്പായയുടെ ജന്മദേശം ഏത്? പപ്പായയുടെ ജന്മദേശം ഏത്? ഓപ്ഷൻ എ അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? ഓപ്ഷൻ സി കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന്? കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന്? ഓപ്ഷൻ ബി 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തെന്മല. ഒന്നുകൂടെ നോക്കാം. പപ്പായയുടെ ജന്മദേശമാണ് അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരിയാണ് കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങിൻ്റെ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ ഒക്ടോബർ 13. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? ഓപ്ഷൻ ബി കൊല്ലം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഓപ്ഷൻ സി മൂലമറ്റം. ഒന്നുകൂടെ നോക്കാം. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഓപ്ഷൻ സി പാലക്കാട് ചുരം. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഓപ്ഷൻ ഡി എറണാകുളം.
കേരളത്തിലെ ശുദ്ധജല തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകം ഓപ്ഷൻ എ ശാസ്താംകോട്ട തടാകം. ഒന്നുകൂടെ നോക്കാം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിൻ്റെ പദ്ധതി ഏത്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ പുറ്റടി, ഇടുക്കി. പുറ്റടി, ഇടുക്കിയിലാണ് കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മലബാർ തീരസമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഓപ്ഷൻ എ ലക്ഷദ്വീപ്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി കൊല്ലം, കോട്ടപ്പുറം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഓപ്ഷൻ ബി തോറിയം. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊല്ലം, കോട്ടപ്പുറം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു തോറിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി വയനാട്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം. പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം ഓപ്ഷൻ ബി സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതം. ഒന്നുകൂടെ നോക്കാം. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഓപ്ഷൻ ഡി മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഓപ്ഷൻ ബി പെരിയാർ. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി കടൽത്തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? ഓപ്ഷൻ എ ഉമണർ. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉമണർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 25/5/2015. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് 25/5/2015. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി തൃശ്ശൂർ. കലകളുടെ രാജാവ് എന്നറിയപ്പെട്ട കേരളീയ കലാരൂപം ഏതാണ്? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? ഓപ്ഷൻ ബി കഥകളി. ഒന്നുകൂടെ നോക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കഥകളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്ന തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി 1, 4.
ഇൽമനൈറ്റും മോണോസൈറ്റും. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഓപ്ഷൻ സി കണ്ണൂർ. ഒന്നുകൂടെ നോക്കാം. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ഇൽമനൈറ്റും മോണോസൈറ്റും. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 2ഉം പമ്പയും കക്കിയും. അപ്പോൾ പമ്പയും കക്കിയുമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി നീണ്ടകര. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തൃതിയാണ് 38,863 ചതുരശ്ര കിലോമീറ്റർ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഓപ്ഷൻ ഡി ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഒന്നുകൂടെ നോക്കാം. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഓപ്ഷൻ ബി 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജന മണ്ഡലങ്ങൾ ഉണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? ഓപ്ഷൻ ബി 14. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? ഓപ്ഷൻ ഡി 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരമാണ് 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. ഓപ്ഷൻ എ ഗ്രീൻഫീൽഡ്. ഒന്നുകൂടെ നോക്കാം. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേരാണ് ഗ്രീൻഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ എ സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാര്? ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാര്? ഓപ്ഷൻ സി ജില്ലാ കളക്ടർ. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി വെള്ളാനിക്കര. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ ബി ചിന്നാർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് 2023 PSC കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്